നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഇൻ എ ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അറ്റ് ബി, എ ബി ഈക്വൽ ടു 24 സെന്റിമീറ്റർ, ബി സി ഈക്വൽ ടു 7 സെന്റിമീറ്റർ. ഡിറ്റർമിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ എ കോസ് എ, സെക്കൻഡ് വൺ ഇസ് സൈൻ സി കോസ് സി. അപ്പം നമുക്ക് ആദ്യം സൈൻ എ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം സൈൻ എ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അറ്റ് ബി ആണ്. അപ്പം നമ്മളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിള് എ ബി സി, ഇതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എ ബി ഈക്വൽ ടു 24 സെന്റിമീറ്റർ. അപ്പം എ ബി ഈക്വൽ ടു 24 സെന്റിമീറ്റർ, ദെൻ ബി സി ഈക്വൽ ടു 7 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എന്താണെന്ന് അറിയില്ല. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് സൈൻ എ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം എന്ത് വേണം, നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. യൂസിങ് പൈതഗോറസ് തിയറം, എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ബേസ് എന്താണ്? ബേസ് മീൻസ് ബി സി സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് മീൻസ് എ ബി സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? എ സി സ്ക്വയർ. അപ്പം എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. Then what is the value of BC? 7 square plus AB square means 24 square. അതായത് AC square equal to 7 square plus 24 square. That's equal to 49 plus, what is 24 square? 24 into 24. 4 4s are 16. 2 4s are 8 plus 1 9. 2 4s are 8. 2 2s are 4. 6 7 5. 576. 24ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 576. 576 പ്ലസ് 49 ഈക്വൽ ടു 625. അപ്പം എ സി സ്ക്വയർ ഈക്വൽ ടു 625. Therefore AC ഈക്വൽ ടു റൂട്ട് ഓഫ് 625. 625ന്റെ റൂട്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 625ന് നമുക്ക് 5 കൊണ്ട് ചെയ്താൽ എത്ര വരും? 6ൽ 1 ടൈംസ്, 12ൽ 2 ടൈംസ്, 25ൽ 5 ടൈംസ്. വീണ്ടും 5 കൊണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ 1ലില്ല, 12ൽ 2 ടൈംസ്, 25ൽ 5 ടൈംസ്. വീണ്ടും 5 കൊണ്ട് ചെയ്യാം. അപ്പം 5 ടൈംസ്. വീണ്ടും 5 കൊണ്ട് ചെയ്താൽ 5ൽ 1 ടൈംസ് അല്ലേ? അപ്പം 2 5ന്ന് ഒരു 5 എടുക്കുക. അപ്പം നമ്മൾ ഇതിനെങ്ങനെയാണ് എഴുതുന്നത്? റൂട്ട് 625 മീൻസ് എന്താണ്? അതിന്റെ റൂട്ട് കാണില്ല. റൂട്ട് 625 എന്ന് പറഞ്ഞാൽ 5 into 5 into 5 into 5 അല്ലേ? പേഴ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 2 5ന്ന് ഒരു 5 എടുക്കുക, അടുത്ത 2 5ന്റെ ഒരു 5 എടുക്കുക. അപ്പൊ 5 5s are 25. അപ്പൊ നമ്മള് റൂട്ട് 625 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 25 ആണ്. Therefore AC ഈക്വൽ ടു 25 എന്ന് കിട്ടി. AC എത്ര കിട്ടി? 25. AC ഈക്വൽ ടു 25. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടി? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി? ബേസിക് അത് ഓൾറെഡി ഗിവൺ ആണ്. അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു 24, ദെൻ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 25. അപ്പം നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം?
ഇടാം. വാട്ട് ഈസ് സൈൻ എ? സൈൻ എ ഈക്വൽ ടു, സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? അല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് നമുക്ക് കാണേണ്ടത് എ ആണ്. എ എന്ന് പറയുന്ന ആംഗിൾ ആണ്. സൈൻ എ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. അപ്പം സൈൻ എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? 7. ഹൈപ്പോട്ടന്യൂസ് 25. അപ്പം സൈൻ എ ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 25. അപ്പൊ സൈനിന്റെ വാല്യൂ നമുക്ക് കിട്ടി. സൈൻ എ ഈക്വൽ ടു 7/25. അടുത്തത് കോസ് എ ആണ്. വാട്ട് ഈസ് കോസ് എ? കോസ് എ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വാട്ട് ഈസ് അഡ്ജസന്റ് സൈഡ്? എന്റെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ ബി ആണ്. അപ്പൊ 24 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് മീൻസ് 25. അപ്പം കോസ് എ ഈക്വൽ ടു എന്ത് വരും? 24 ഡിവൈഡഡ് ബൈ 25. അപ്പൊ കോസ് എ ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 25. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ സി കോസ് സി. അപ്പൊ ഇനി എന്ത് ചെയ്യാം? സൈൻ സി ഫൈൻഡ് ഔട്ട് ചെയ്യാം നമുക്ക്. സൈൻ സി ഈക്വൽ ടു, സൈൻ സി എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ ആംഗിൾ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സൈൻ സിയില് ഈ ആംഗിൾ, ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? എ ബി. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഏത്? സൈൻ സി വരുന്നത് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? എ ബി. എ ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് 25. എ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? എ സി. ദാറ്റ്സ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 25. ദെൻ കോസ് സി. കോസ് സി ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ്, സിന്റെ അഡ്ജസന്റ് സൈഡ് ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. അപ്പം കോസ് സി ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ സി. What is BC? What is the value of BC? BC equal to 7. Then hypotenuse equal to 25. Therefore, cos C equal to 7 divided by 25. Question answer. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ആംഗിൾ എ ബി സി, റൈറ്റ് ആംഗിൾ triangle at B, AB equal to 24 centimeter, BC equal to 7 centimeter. Determine first question sin A. Then second question sin C cos C. ആ രണ്ട് ഇതും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. sin A equal to 7/25, then cos A equal to 24 divided by 25, sin C equal to 24/25, then cos C equal to BC divided by AC, that's equal to 7/25. Next question. അപ്പം tan A equal to opposite side divided by adjacent side, that's equal to 4/3. അതായത് A എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എ കണ്ടുപിടിക്കാം അല്ലെ? സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇവിടെ ബി സി അല്ലെ? ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ hypotenuse. Opposite side divided by hypotenuse ആണ്. What is opposite side? Opposite side എന്ന് പറയുന്നത് ഏതാണ്? BC ആണ്. BC എത്രയാണ്? 4. Hypotenuse എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 5. അപ്പൊ നമുക്ക് sin A equal to 4/5 എന്ന് കിട്ടി അല്ലേ? ഇനി എന്ത് വേണം? cos A കണ്ടുപിടിക്കണം. cos A എന്താണ്? adjacent side divided by hypotenuse. Adjacent side divided by hypotenuse. What is adjacent side? ഇവിടെ എന്താണ്? എ ബിക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? 3 ആണ് അല്ലേ? അപ്പം 3 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5. അപ്പൊ എന്ത് കിട്ടി? 3/5 കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഏതെല്ലാം കിട്ടി? സൈന് കിട്ടി, കോസ് കിട്ടി, ടാന് കിട്ടി, കോട്ട് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് കൊസീക്ക് എന്താണെന്ന് നോക്കാം അല്ലെ? കൊസീക്ക് എ. കൊസീക്ക് എ ഈക്വൽ ടു 1/sin A
അല്ലെ 1/sin a. sin a വാല്യൂ എത്രയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4/5. അപ്പൊ 1/4/5 ദാറ്റ്സ് ഈക്വൽ ടു 5/4 അല്ലെ 5/4 ആണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ sec a ഈക്വൽ ടു sec a എന്ന് പറഞ്ഞാൽ എന്താണ് 1/cos a ആണ് അല്ലെ 1/cos a എന്ന് പറഞ്ഞാൽ 1/cos a എത്രയായിരുന്നു കിട്ടിയിട്ടുണ്ടായത് നമുക്ക് cos a ഈക്വൽ ടു 3/5 അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും 1/3/5 ദാറ്റ്സ് ഈക്വൽ ടു 5/3. അപ്പൊ cosec a ഈക്വൽ ടു 5/4 sec a ഈക്വൽ ടു 5/3. അപ്പൊ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി അല്ലേ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.